ആധുനികരായ സത്യവിശ്വാസികളെ, വിശ്വാസികളെ, അള്ളാഹുവിൻ്റെ രക്ഷയെ ആഗ്രഹിച്ചുകൊണ്ടും അവൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ടും ജീവിക്കണമെന്ന് എന്നോടൊന്നുപോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ചറമ്പ് അവനെ സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ഞായറാഴ്ച രാത്രി നമ്മുടെ സമീപ ജില്ലയായ വയനാടിൽ മുണ്ടക്കയിലും ചൂരൽമലയിലുമുണ്ടായ ദുരന്തത്തിൻ്റെ വർത്തമാനങ്ങൾ കണ്ടും കേട്ടും ചർച്ച ചെയ്തുകൊണ്ടുമാണ് നമ്മളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ നമ്മുടെ നാടിൽ, ഈ സംസ്ഥാനത്ത് സമീപകാലത്ത് സംഭവിച്ച ദുരന്തങ്ങളിലെ ഏറ്റവും വലുത് എന്ന് പറയാവുന്ന സ്വഭാവത്തിൽ ആളുകളുടെ മരണം കൊണ്ട് മാത്രമല്ല, ആ ദുരന്തത്തിൻ്റെ ഒരു ഭീകരത കൊണ്ടും വലിയ ആഘാതമുള്ള ഒന്നാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. നമ്മളാരും ആ പ്രദേശത്ത് പോയവരല്ല. പക്ഷേ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെയും നമ്മുടെ ചാനലുകളിൽ നിന്നും മറ്റു വാർത്താ സംവിധാനങ്ങളിൽ നിന്നുമൊക്കെ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അവിടെ സന്നദ്ധ പ്രവർത്തനങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരിൽ നിന്ന് അറിയുന്നതുമൊക്കെ മുന്നിൽ വെച്ചുകൊണ്ട് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വേദനയുണ്ടാക്കുന്ന, പ്രയാസമുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അല്ലാഹു ആ ഒരു അപകടത്തിൽ മരണപ്പെട്ടു പോയ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഷഹാദത്തിന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന അവരുടെ കുടുംബാംഗങ്ങൾക്ക് അപകടം മൂലം മറ്റു ശാരീരികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് നാഥൻ ആശ്വാസവും ശിഫയും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഇത്തരം സംഭവങ്ങൾ ഏതൊരു ദുരന്തങ്ങളായാലും പ്രയാസങ്ങളായാലും ഇതിനെ മുന്നിൽ വെച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങൾ വിശ്വാസികളുടെ ജീവിതത്തിൽ ഓർമ്മിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ദീന് നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി അതായിരുന്നു. പ്രകൃതി ദുരന്തങ്ങളെല്ലാം അള്ളാഹുവിന്റെ ശിക്ഷയാണ് എന്ന് പറയാൻ യാതൊരു ന്യായവും നമുക്കില്ല. അങ്ങനെ അള്ളാഹു ശിക്ഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു സമൂഹത്തെ നശിപ്പിക്കുന്നതാണ് പ്രകൃതിയിലുള്ള മുഴുവൻ ദുരന്തങ്ങളും എന്ന് കരുതുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷെ അങ്ങനെയല്ല. അള്ളാഹു പ്രകൃതിയിലെ വിവിധ പ്രതിഭാസങ്ങൾ കൊണ്ടും പ്രകൃതിപരമായ കാരണങ്ങൾ കൊണ്ടും സമൂഹങ്ങളെ ശിക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ശിക്ഷിക്കുമെന്നുള്ളത് അള്ളാഹുവിന്റെ സുന്നത്തിൽപ്പെട്ടതുമാണ്. എന്നാൽ പരീക്ഷണമെന്ന നിലക്ക് പ്രകൃതിയിൽ ഉണ്ടാകുന്ന അത്തരത്തിലുള്ള മാറ്റങ്ങൾ മുഖേന മരണപ്പെട്ടു പോകുന്ന ആളുകൾക്ക്, ഇത്തരം ദുരന്തങ്ങളിൽ പെട്ടുപോകുന്ന ആളുകൾക്ക് ഷഹാദത്തിന്റെ പദവി ലഭിക്കുമെന്നാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ദുരന്തത്തെയും നമ്മൾ കാണേണ്ടത്
ഇതൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ അവിടുത്തെ വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഒരുപാട് വലിയ കെട്ടിടങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, റോഡുകളുണ്ട്, വലിയ എസ്റ്റേറ്റുകളും തോട്ടങ്ങളുമുണ്ട്. അത്യാവശ്യം സമ്പത്തും സൗകര്യങ്ങളുമുള്ള മനുഷ്യരുണ്ട്, സാധാരണ മനുഷ്യരും പാടികളിൽ ജീവിക്കുന്നവരുമുണ്ട്. അവിടെ ജീവിച്ചിരുന്ന ആ ഗ്രാമത്തിലുള്ള മുഴുവൻ മനുഷ്യരും എന്ന് പറയാവുന്ന വണ്ണം ഒരു ഗ്രാമം മുഴുവനും നിശേഷം തകർന്ന് തരിപ്പണമാക്കപ്പെട്ടു ഏതാനും മണിക്കൂറുകൾ കൊണ്ട് അല്ലെങ്കിൽ മിനിറ്റുകൾ കൊണ്ട് എന്നുള്ളതാണ് അവിടുത്തെ വസ്തുതകൾ, സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. നമ്മൾ ആലോചിച്ചു നോക്കുക. വലിയ സംവിധാനങ്ങൾ കെട്ടിപ്പൊക്കി ആ സംവിധാനങ്ങളിൽ എന്നും ജീവിക്കുമെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ അതിനൊക്കെ വേണ്ടി വല്ലാതെ വിയർക്കുമ്പോൾ മറന്നുപോവുകയാണ് നമ്മൾ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ടാക്കുന്ന വലിയ സംവിധാനങ്ങൾ, ആ സംവിധാനങ്ങൾ എന്നും നിങ്ങളെ ശാശ്വതരാക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതബ്നൂന ബികുല്ലി റീഇൻ മായത്തം തഅബസൂൻ വതത്തഖിദൂന മസാനിഅ ലഅല്ലകും തഖ്ലുദൂൻ. വലിയ വലിയ കോട്ടകൊത്തളങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ കോട്ടകൊത്തളങ്ങൾക്കകത്ത് നിങ്ങൾക്ക് ശാശ്വതമായ ജീവിതം ഉണ്ടാകുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഒരു സമൂഹവും അങ്ങനെ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. അള്ളാഹുവിന്റെ നടപടിക്രമങ്ങൾ ഈ ഭൂമിയിൽ സംഭവിച്ചാൽ അവയെല്ലാം തകർന്ന് തരിപ്പണമാക്കപ്പെടുന്നു എന്നുള്ളതാണ് സംഭവിക്കുക. പരീക്ഷണമായാലും ശിക്ഷയായാലും നിങ്ങൾ രാത്രികളിൽ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ആ നാട്ടുകാർ സുഖകരമായ ഉറക്കത്തിൽ ആണ്ടുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ? ഔ അമിന അഹ്ലുൽ ഖുറ അയഅതിഹും ബഅസുനാ ദുഹം വഹും യൽഅബൂൻ. പകൽ നട്ടുച്ച നേരത്ത് അവർ കളിച്ചുല്ലസിച്ചു കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ശിക്ഷ വന്ന് പിടികൂടുന്നതിനെ കുറിച്ച് അവർ നിർഭയരാണോ? പകലിലായാലും രാത്രിയിലാണെങ്കിലും ശരി, നിങ്ങൾ അള്ളാഹുവിന്റെ ശിക്ഷകൾക്ക് വിധേയമാക്കപ്പെടും. ആ ശിക്ഷകൾ നിങ്ങൾ നിങ്ങളുടെ സൗകര്യങ്ങളും സംവിധാനങ്ങളിലും എവിടെ പോയി ഒളിച്ചാലും ശരി, അതുകൊണ്ടൊന്നും നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല. പടച്ചറബ് തീരുമാനിച്ചുകൊണ്ടല്ലാതെ ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകൃതിയിൽ ഒരു വിധത്തിലുമുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നില്ല. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാണ് പ്രപഞ്ചത്തിലെ സൂക്ഷ്മമായ എല്ലാ ചലനങ്ങളും യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സംഭവമാണ് യഥാർത്ഥത്തിൽ ഇതെല്ലാം. വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, ഈ പ്രപഞ്ചത്തിൽ അള്ളാഹുവിന്റെ കയ്യിലാണ് കാര്യങ്ങളുടെ താക്കോലുകൾ. ആ പടച്ച തമ്പുരാൻ അവനറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ഭൂമിയിൽ നടക്കുന്ന ഏതൊരു കാര്യമായാലും അവനല്ലാതെ, ആ റബ്ബല്ലാതെ അറിയുന്നില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബ. ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല കൊഴിയുന്നത് പോലും, ഒരു ധാന്യമണി, ആ ധാന്യമണിയുടെ ഇളക്കം പോലും പടച്ചതമ്പുരാൻ അറിയുന്നു. ഏതു മാറ്റങ്ങളും പടച്ചതമ്പുരാൻ അറിയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹു അറിയാതെ ഈ ഭൂമിയിൽ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. സൂക്ഷ്മമായ ഏതൊരു ചലനവും പടച്ച റബ്ബിന്റെ നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട്
ആ പടച്ചതമ്പുരാന്റെ കിതാബിൽ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ രേഖപ്പെടുത്തപ്പെടാതെ ഈ പറയുന്ന ഒരു ചലനങ്ങളും ഈ പറയുന്ന ഒരു മാറ്റങ്ങളും ഭൂമിയിൽ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അതാണ് സത്യവിശ്വാസികൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമുക്ക് ഈ ജീവിതം നമ്മളെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും ശാശ്വതമായിട്ട് ഈ ഭൂമിയിൽ നമുക്കുള്ളതല്ല. ഈ ഭൂമി എന്നേക്കുമായി ജീവിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരിക്കലും തന്നെ ഏതൊരു സംവിധാനം നമ്മൾ പടുത്തുയർത്തിയാലും അങ്ങനെ ഒന്ന് നമുക്ക് ആസ്വദിക്കാനുള്ള അവധിയില്ല എന്നുള്ളതാണ് ഈ സംഭവങ്ങളിൽ നിന്ന് വിശ്വാസികൾ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. രണ്ടാമത്തേത്, അള്ളാഹുവിന്റെ വിധി അതിനെ ഉൾക്കൊള്ളുവാനുള്ള മാനസികാവസ്ഥയാണ്. ഒരുപക്ഷെ നമ്മുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആയിട്ടുള്ള ചിലരെങ്കിലും ഈ സംഭവത്തിൽ പെട്ടിട്ടുണ്ടാകാം. എന്നാൽ സമാനമായ അനുഭവങ്ങൾ ചെറുതോ വലുതോ ജീവിതത്തിൽ അതിനെ അഭിമുഖീകരിച്ചവരോ അഭിമുഖീകരിക്കാനിരിക്കുന്നവരോ ആയിരിക്കാം നമ്മൾ. പക്ഷേ ഏതൊരു വിധത്തിലുള്ള പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വന്നു ഭവിച്ചാലും ശരി, റബ്ബ് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ല അൻ നബ്റഅഹാ. തീർച്ചയായും ഈ ഭൂമിയിലോ അല്ലെങ്കിൽ നിങ്ങളിലോ ഒരു വിധത്തിലുള്ള വിപത്തും സംഭവിക്കുന്നില്ല. അത് അല്ലാഹുവിന്റെ കിതാബിൽ മുൻകൂട്ടി രേഖപ്പെടുത്തി വെച്ചിട്ടല്ലാതെ, റബ്ബിന്റെ അറിവിൽപ്പെട്ടതല്ലാതെ ഒന്നും ഈ ഭൂമിയിൽ സംഭവിക്കുന്നില്ല. ഇന്ന ദാലിക അലല്ലാഹി യസീർ. തീർച്ചയായും അതിനൊക്കെ അല്ലാഹുവിന് എളുപ്പം സാധിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സംഭവങ്ങളിൽ നിങ്ങൾ എന്ത് സമീപനമാണ് നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടത്? നിങ്ങൾക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ദുഃഖകരമായ പ്രയാസകരമായ ഒരു സംഗതിയിൽ നഷ്ടത്തിന്റെ പേരിൽ നിങ്ങൾ ദുഃഖിക്കാതിരിക്കുവാനും, നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള സന്തോഷകരമായ ഒരു കാര്യത്തിൽ നിങ്ങൾ വല്ലാതെ ആഹ്ലാദിക്കാതിരിക്കാനും വേണ്ടിയാണ് പടച്ചതമ്പുരാൻ ഈ കാര്യങ്ങൾ നമ്മളോട് പറയുന്നത്. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. എന്നാൽ പെരുമ നടിക്കുന്ന, അതുപോലെ തന്നെ പൊങ്ങച്ചം കാണിക്കുന്നവരോട് അല്ലാഹുവിന് ഇഷ്ടമില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഭൂമിയിൽ സംഭവിക്കുന്ന വേദനാജനകമായ സംഭവങ്ങൾ, ഭൂമിയിൽ സംഭവിക്കുന്ന നേട്ടങ്ങളും ലാഭങ്ങളും സന്തോഷകരമായ കാര്യങ്ങളും അത് റബ്ബ് തീരുമാനിച്ചതാണ്. അത് അല്ലാഹുവിന്റെ വിധിയാണ്. ആ വിധിയോട് നാം സ്വീകരിക്കേണ്ട സമീപനം എന്ന് പറയുന്നത് അത് പടച്ചതമ്പുരാന്റെ കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ട എനിക്ക് അല്ലാഹു വിധിച്ച കാര്യങ്ങളാണ്. ആ വിധിയിൽ ക്ഷമ കാണിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പ്രതിഫലത്തിന് വേണ്ടി നമ്മുടെ നിലപാടുകൾ ശക്തമായ സ്വഭാവത്തിൽ, അല്ലാഹുവിന്റെ തൃപ്തി ലഭിക്കുന്ന സ്വഭാവത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടാമതായി ഈ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. 3, യഥാർത്ഥത്തിൽ ഈ ഭൂമി ഒരു സുരക്ഷിതമായ താവളമല്ല നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ഇടത്താവളം മാത്രമാണ്. വലക്കും ഫിൽ അർളി മുസ്തഖറും വമതാഉൻ ഇലാഹീൻ. യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നിങ്ങൾക്ക് അല്പകാലത്തേക്കുള്ള ഒരു താമസ സൗകര്യമാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. ആ കാലഘട്ടത്തിലേക്കുള്ള വിഭവങ്ങളും അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ ദാറുസ്സലാമിലേക്കാണ് നമ്മൾക്ക് പോകാനുള്ളത്. ഈ ഇടത്താവളമായ ഭൂമിയിൽ എന്നേക്കുമായ ജീവിത സൗകര്യങ്ങളെ കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, അത് വലിയ തെറ്റായ ഒരു ധാരണയാണ്. അല്ലാഹു നിങ്ങൾക്ക് ഒരു ഇടത്താവളം എന്ന നിലക്ക് മാത്രമാണ് ഈ ഭൂമിയിലെ സംഗതികൾ, സംവിധാനങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് ഒരുക്കിയിട്ടുള്ളത്. 4, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ പരീക്ഷണങ്ങൾ അടിക്കടിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചു, അന്ത്യനാളിനോടടുക്കുന്ന സന്ദർഭത്തിൽ ഭൂമിയിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ധാരാളമായി സംഭവിച്ചുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഭൂമിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. ഭൂമി കുലുക്കങ്ങളും പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഇത്തരം മാറ്റങ്ങളും ഈ ലോകം അതിന്റെ അവസാനത്തിലേക്ക് സഞ്ചരിക്കുന്നതിന്റെ ആ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചും ആ ഓർമ്മപ്പെടുത്തലുകളെ കുറിച്ചുമാണ്
സത്യവിശ്വാസികളുടെ മനസ്സുകളിൽ ഉണ്ടാകേണ്ടത്. സയന്റിസ്റ്റുകളോ അല്ലെങ്കിൽ ഭൗമശാസ്ത്രത്തിന്റെ നിരീക്ഷകരോ മറ്റേതെങ്കിലും നിലക്കുള്ള പരിസ്ഥിതി പ്രകൃതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരീക്ഷണങ്ങളോ എന്തു തന്നെ പറഞ്ഞാലും വിശ്വാസികൾക്ക് പാഠമുള്ളത് ഈ പ്രപഞ്ചം, ഈ സംവിധാനങ്ങൾ, ഇതിന് അല്ലാഹു ഒരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യൻ അല്ലാഹു ഒരു അവധി നിശ്ചയിച്ചതുപോലെ ആ അവധിക്കനുസരിച്ച് നമ്മളൊക്കെ തിരിച്ചു പോകുന്നത് പോലെ ഈ പ്രപഞ്ചത്തിനും അതിന്റെ അവധിയുണ്ടെന്നും അല്ലാഹു തീരുമാനിച്ച ഖിയാമത്തിലേക്കുള്ള അതിന്റെ മുന്നോടിയായിട്ട് വരുന്ന ലക്ഷണങ്ങളെ ആ അർത്ഥത്തിൽ ഉൾക്കൊള്ളുവാനാണ് സത്യവിശ്വാസികൾ യഥാർത്ഥത്തിൽ നിലപാടുകൾ സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അഞ്ചാമതായി വിശ്വാസികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന പലതും തന്നെയും മനുഷ്യനുണ്ടാക്കി വെച്ച കാരണങ്ങൾ തന്നെയാണ്. പ്രകൃതിയോട് യാതൊരു തത്വദീക്ഷയും ഇല്ലാതെ, യാതൊരു വിധത്തിലും തലമുറകളോട് നീതി പുലർത്താതെ ഈ പ്രകൃതിയോട് ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതിയുടെ ഭാഗമായി കൊണ്ടാണ് പ്രപഞ്ചത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള തിരിച്ചടികളും എന്നുള്ളത് കൂടി ഈ സന്ദർഭത്തിൽ നമ്മൾ ഖുർആനിൽ നിന്ന് പഠിക്കണം. മനുഷ്യന്റെ കരങ്ങൾ പ്രവർത്തിച്ചത് മൂലം കരയിലും കടലിലും കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുന്നു. അല്ലാഹ് അവർ ചെയ്തു കൂട്ടിയതിന്റെ ചില പ്രവർത്തനങ്ങളുടെ ഫലങ്ങൾ ഈ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ അല്ലാഹു അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടിയാണ് പടച്ചതമ്പുരാൻ ഇങ്ങനെ ചിലതിന്റെ തിരിച്ചടികൾ നൽകുന്നത്. എന്തിനാണെന്നറിയുമോ? ലഅല്ലഹും യർജിഊൻ, അവര് മടങ്ങി വരുന്നതിനു വേണ്ടി. ഈ പ്രപഞ്ചവും പ്രകൃതിയും സംവിധാനങ്ങളും തലമുറകൾക്ക് കൂടിയുള്ളതാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കുക, യാതൊരു വിധത്തിലുമുള്ള നിയന്ത്രണങ്ങളുമില്ലാതെ വനനശീകരണങ്ങൾ, ആ വനനശീകരണങ്ങളിലൂടെ ഭൂമിയിലുണ്ടായ വലിയ മാറ്റങ്ങളാണ് നമ്മുടെ സമീപ പ്രദേശങ്ങളിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതിപരമായ ദുരന്തങ്ങളുടെ കാരണമെന്ന് കൃത്യമായ പഠനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പാറകളെ തടഞ്ഞു നിർത്തുന്ന വലിയ മരങ്ങളുടെ വേരുകളും വലിയ മണ്ണൊലിപ്പ് തടയുന്ന സ്വഭാവത്തിലുള്ള കെട്ടുകളും അതെല്ലാം വൻമരങ്ങളെ വെട്ടിവീഴ്ത്തിക്കൊണ്ട് മനുഷ്യൻ കയ്യേറിയപ്പോൾ സോയിൽ പൈപ്പിംഗ് പോലെയുള്ള മണ്ണിനടിയിലുള്ള തുളകൾ വീണുകയും പാറകളുടെ വരിഞ്ഞു മുറുക്കങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ട് പാറകൾ മലവെള്ളപ്പാച്ചിലുകളിൽ മറ്റുള്ള പാറകളിലേക്കും താഴ്വാരങ്ങളിലേക്കും പതിക്കുകയും ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അതിന്റെ ആ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഗവേഷകന്മാർ, മനുഷ്യരോടും പ്രകൃതിയോടും നീതി പുലർത്തുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് വേണ്ടത് ലാഭമാണ്. ആ ലാഭത്തിന് വേണ്ടി നമ്മൾ പ്രകൃതിയോട് കാണിച്ചുകൊണ്ടിരിക്കുന്ന വലിയ തെറ്റുകൾ തലമുറകളോട് ചെയ്യുന്ന നീതിയാണ്. ഇസ്ലാമിക ശരീഅത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രകൃതിയിലെ വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൂടാ എന്ന് ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്നില്ല. നിങ്ങൾക്ക് പാറകൾ പൊളിക്കാം, നിങ്ങൾക്ക് മണ്ണ് ഉപയോഗപ്പെടുത്താം, നിങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾക്ക് അത് ആവശ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷേ അതുകൊണ്ട് അപ്പുറത്തൊരു ദുൽമ് സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദുൽമ് സംഭവിക്കുന്നത് കാരണം കൊണ്ട് ഇസ്ലാമിക ശരീഅത്ത് അതിനെ വിലക്കുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു തടസ്സവും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പക്ഷേ അത് ഉപയോഗിക്കുന്നത് മൂലം ഒരു മനുഷ്യന് ദ്രോഹമുണ്ടാകുന്നുവെങ്കിൽ, നിങ്ങളുടെ അടുത്ത തലമുറക്ക് ദ്രോഹമുണ്ടാകുന്നുവെങ്കിൽ അതിനെ ഇസ്ലാമിക ശരീഅത്ത് ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത്തരം പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നാം ഈ കാര്യങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ മാറ്റിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. റഹ്മാനും റഹീമുമായ നാഥൻ അതിനുള്ള ഉദവി നൽകി നമ്മെ സഹായിക്കുമാറാകട്ടെ, അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. അയ്യുഹന്നാസ് ഊസീകും നഫ്സൻ സാനിയം ബിത്തഖ്വല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. പടച്ച റബ്ബ് അതിന് നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകണം. പ്രിയമുള്ളവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ വരൾച്ചയെയും അതിശക്തമായ ചൂടുള്ള കാലാവസ്ഥയെയും നിന്നുമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ മഴയിലേക്ക് നമ്മൾ പ്രവേശിച്ചത്. അൽഹംദുലില്ലാഹ്, ആ മഴ കൊണ്ട് നമ്മുടെയൊക്കെ മണ്ണും മനസ്സും നിറഞ്ഞു. ഇപ്പോൾ ആ മഴ തന്നെ നമുക്ക് വലിയ പരീക്ഷണങ്ങൾ
നമ്മുടെ മുമ്പിൽ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇപ്പോഴും അടുത്ത ഒരു ദുരന്തത്തിന് സാധ്യതയുള്ള വിധം തീവ്രമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടുള്ള മുന്നറിയിപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാടിന്റെ ചില പ്രദേശങ്ങളിൽ ജിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്നുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പല ഭാഗങ്ങളിലും നമ്മുടെ സമീപ പ്രദേശങ്ങളിലും വന്ന് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായും ഇത് വളരെ വലിയ പ്രയാസകരമായ ഒരു സന്ദർഭം തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് അനുഗ്രഹങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ള പരീക്ഷണങ്ങളായി മാറാതിരിക്കാൻ നമ്മൾ റബ്ബിനോട് ചോദിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സന്ദർഭങ്ങളിൽ പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ ലാ തഖ്തുൽനാ ബിഗളബിക വലാ തുഹ്ലികനാ ബിഅദാബിക വഅഫിനാ ഖബ്ല ദാലിക്. അല്ലാഹുവേ, ഈ പ്രയാസകരമായ നിന്റെ കോപങ്ങൾ കൊണ്ട് നീ ഞങ്ങളെ നശിപ്പിക്കുകയും നിന്റെ ശിക്ഷ കൊണ്ട് ഞങ്ങളെ കൊല്ലുന്നതിനു മുമ്പും ഞങ്ങൾക്ക് സുരക്ഷിതമായ സംവിധാനങ്ങൾ നീ നൽകണം റബ്ബേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം അള്ളാഹുവിനോട് തേടുക, ഈ പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളൊക്കെ ഒരുപക്ഷെ ഏറെ സേഫ് സോണിലാണ് നമ്മളുടെയൊക്കെ നാടുകളിലുള്ള ആളുകൾ. പക്ഷേ മലയോര പ്രദേശങ്ങളിലുള്ളവരും അതുപോലെ തന്നെ തീരദേശങ്ങളിലുള്ളവരും രാത്രി പോലും അവർ വളരെ ഭയന്നുകൊണ്ടാണ് ഓരോ രാത്രിയും ഈ കാലാവസ്ഥയിൽ സാഹചര്യത്തിൽ തള്ളി നീക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടിയും അവർക്ക് വേണ്ടിയും ഒക്കെ പ്രാർത്ഥിക്കണമെന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്. മറ്റൊരു കാര്യം, ദുരിതബാധിതരായ ആളുകളെ എങ്ങനെയാണോ നമുക്ക് സഹായിക്കാൻ കഴിയുക, ആ സ്വഭാവത്തിൽ അവരെ നമുക്ക് സഹായിക്കാൻ കഴിയേണ്ടതുണ്ട്. നമ്മളുടെ സാമ്പത്തികമായ സഹായങ്ങളും ശാരീരികമായ അധ്വാനങ്ങളും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ അതൊക്കെയും നിർവഹിക്കേണ്ടതുണ്ട്. അല്ലാഹു ആ അർത്ഥത്തിൽ നമ്മുടെ മനസ്സുകളെ വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.